വെളിച്ചെണ്ണയുടെ കാര്യത്തെ പറ്റി പറയുമ്പം ഇവിടെ പല ആൾക്കാരുടെയും മനം നോവും. പക്ഷെ വെളിച്ചെണ്ണ ഒരു ഭയങ്കര ഡേഞ്ചർ ഓയിലാണ് ഫോർ ലിവർ മാത്രമല്ല ഹാർട്ട് ഹെൽത്ത്. വിവരക്കേട് അറ്റ് പീക്ക്. ഇതാണ് ഈ വീഡിയോയിലത്തെ ഫസ്റ്റ് കമന്റ്. ഇതുപോലത്തെ കമന്റ് ഉള്ളവർക്ക് ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ ഡണ്ണിങ് ക്രൂഗർ എഫക്ട്. ഈ ഒരു ഗ്രാഫിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നോളജ് ലെവൽ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കോൺഫിഡൻസ് ലെവൽ. സോ ഹയർ ദ പോയിന്റ് ഹയർ ദ കോൺഫിഡൻസ്, ആൻഡ് റൈറ്റിലേക്ക് പോകുന്നതും കൂടുതൽ നോളജ് എന്നാണ് കാണിക്കുന്നത്. ഒരാൾ ഒരു കോൺസെപ്റ്റിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അറിയുമ്പോഴത്തേക്കോ അയാളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസും ഇതിനെപ്പറ്റി എന്തൊക്കെയോ അറിയാമെന്നുള്ള ഒരു ധാരണ വരും. ഈ ഒരു കോൺഫിഡൻസിന് 2-3 റീലാവാനാണ് കൂടുതലും ചാൻസ്. ഈ ഒരു കോൺഫിഡൻസിനെ പറയുന്ന പേരാണ് പീക്ക് ഓഫ് മൗണ്ട് സ്റ്റുപ്പിഡിറ്റി. ആൻഡ് ഇതുപോലത്തെ കോൺഫിഡൻസ് ഉള്ളവരാണ് യൂഷ്വലി ഇങ്ങനത്തെ കമന്റ് ഇടാറുള്ളത്. ആൻഡ് ഇങ്ങനത്തെ ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെങ്കിൽ ഇതിനെപ്പറ്റി വിചാരിച്ച അത്ര ധാരണയില്ലെന്ന് മനസ്സിലാവും. സോ കോൺഫിഡൻസ് പയ്യെ അങ്ങോട്ട് ഇറങ്ങും. ബട്ട് ഭൂരിഭാഗം ആൾക്കാരും അതിന് മെനക്കെടാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ ഭയങ്കര കൂടുതലാണ്. ബട്ട് ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ടോപ്പിക് കോംപ്ലക്സ് ആണെന്ന് മനസ്സിലാക്കി ഇതിനെപ്പറ്റി പഠിച്ച് ഒരു എക്സ്പെർട്ട് ആയി കഴിയുമ്പോഴും അയാൾക്ക് ഉണ്ടാവുന്ന കോൺഫിഡൻസ് ഈ ഫസ്റ്റ് ആൾക്ക് ഉണ്ടായിരിക്കുന്ന കോൺഫിഡൻസിന്റെ അത്ര ലെവൽ ആകില്ല. സോ ഇതിനെയാണ് ഡണ്ണിങ് ക്രൂഗർ എഫക്ട് എന്ന് പറയുന്നത്. ആൻഡ് യെസ്, വെളിച്ചെണ്ണ പോലത്തെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ലിമിറ്റ് ചെയ്യാൻ തന്നെയാണ് എക്സ്പെർട്ട് ഗൈഡൻസ് റെക്കമെൻഡ് ചെയ്യണം. ആൻഡ് വെളിച്ചെണ്ണ ലിമിറ്റ് ചെയ്യാൻ പറയുന്ന സയന്റിഫിക് എവിഡൻസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. സോ ഫോളോ അല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.